ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള അടിപൊളി 2 ഡ്രിങ്ക്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഒന്ന് നമ്മൾ ഈ കണ്ണൂരിൽ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു വെൽക്കം ഡ്രിങ്കും പിന്നെ കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിലുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കൈ നിറയെ ബദാമാണ് എടുക്കുന്നത്. അങ്ങനെ ഇന്ന അളവ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു കൈ നിറയെ ബദാമും അത്രയും തന്നെ അളവിൽ കശുവണ്ടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇത് നല്ലതുപോലെ കുതിർന്ന് തൊലിയൊക്കെ നമ്മുടെ ബദാമിൻ്റെ തൊലിയൊക്കെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ തിളക്കുന്ന വെള്ളം ഒഴിക്കുക. അതിന് ശേഷം അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കശുവണ്ടിയൊക്കെ നല്ലോണം കുതിർന്നിട്ടുണ്ട്. ബദാമിൻ്റെ തൊലി നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനും സാധിക്കും. മുഴുവൻ ബദാമിൻ്റെയും തൊലി കളഞ്ഞെടുക്കുക. അങ്ങനെ ബദാമിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ബദാമും കശുവണ്ടിയും ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പാല് വേണം. പശുവിൻ പാല് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണിത്. ഞാൻ 300 മില്ലി അളവിലോളം പാലെടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1.5 ഗ്ലാസ് പാലെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബദാമും കശുവണ്ടിയും കൂടി ഒരു മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിൽ ഇടുന്നതായിരിക്കും നല്ലത്, പൊടിക്കുന്ന ജാറിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്നും കുറച്ചൊരു 1/4 കപ്പ് വരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കശുവണ്ടിയും ബദാമും പാലും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനുശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തിക്ക് ക്രീമാണ്. ഇതിന് പകരം ഫ്രഷ് ക്രീം ചേർക്കാം, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്താലും കുഴപ്പമില്ല. ഞാനിവിടെ 125 മില്ലി അളവിലുള്ള ഒരു പാക്കറ്റാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഏകദേശം 1/2 കപ്പോളം തിക്ക് ക്രീം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അതും ഏകദേശം 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. അതല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർക്കാം. മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി പാല് മുഴുവൻ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്കിത് നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാളും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കുറക്കാം. അപ്പോൾ മധുരം കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച്, ഏകദേശം 1/4 കപ്പോളം സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് വീണ്ടും ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുത്താൽ മതി. മധുരം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അത് ചേർത്താൽ മതി കേട്ടോ. ഏതെങ്കിലും എസൻസ്, ഇഷ്ടമുള്ള എസൻസ് ചേർക്കാം. വാനില എസൻസോ ഓറഞ്ചോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കുക. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തണുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്ത ഈ ഒരു മിക്സിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതാണ്. ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അതിൻ്റെ കളറ് കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണോ ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തതും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 3-4 ടീസ്പൂൺ വരെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചിയേറിയ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. 2 ഗ്ലാസ്സിലും ഏകദേശം 1/4 ഭാഗത്തോളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഇത് രണ്ടിലും ഓരോ സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഐസ്ക്രീം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഐസ്ക്രീം ഇല്ലെങ്കിൽ പോലും വളരെ രുചിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചുകൂടി നമ്മുടെ ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് ഞാൻ കുറച്ച് അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള കോക്ടെയിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
കോക്ടെയിലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 ക്യാരറ്റ് വേവിച്ചതാണ്. 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് പ്രഷർ കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തതാണിത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 8 ബാദാമും കൂടി ക്യാരറ്റിൻ്റെ കൂടെ തന്നെ വേവിച്ചതാണ്. അതേപോലെ 5 കശുവണ്ടിയും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ഒരുമിച്ച് ഒരു പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണ്. വേവിച്ചതിന് ശേഷം ബാദാമിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത പപ്പായ ഏകദേശം അരക്കപ്പോളം എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടില്ലെങ്കിൽ പപ്പായ ജ്യൂസിലിട്ട് കഴിഞ്ഞാൽ ജ്യൂസിന് ചെറിയൊരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാനൊരു 3/4 കപ്പോളം ഫ്രോസൺ മിൽക്ക്, അതായത് പാൽക്കട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത 1 കപ്പ് പാലാണ്. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം വേണം. വാനില ഐസ്ക്രീം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഐസ്ക്രീമാണുള്ളത് അത് എടുത്താൽ മതി. ഐസ്ക്രീം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കശുവണ്ടി നുറുക്കിയത്, കുറച്ച് കറുത്ത ഉണക്കമുന്തിരി, അതേപോലെ തന്നെ കുറച്ച് അനാറ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ്, ബദാം, കശുവണ്ടി ഇത് മൂന്നും ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന പപ്പായ ചേർക്കാം. പാൽ ഐസ് ചേർത്ത് കൊടുക്കാം. തണുത്ത പാലും കൂടി ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോക്ടെയിൽ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമുക്കിതിൽ കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണക്കമുന്തിരി കറുത്തത് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കശുവണ്ടി ഒന്ന് നുറുക്കിയെടുത്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച അനാറും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ കുറച്ച് ഭാഗം അവിടെ മാറ്റി വെക്കുക. നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് ചേർക്കുന്ന ഐസ്ക്രീം സ്കൂപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. പൊതുവേ കോക്ടെയിലിന് ഐസ്ക്രീം അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ എനിക്കിത് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്തതാണ്. അപ്പോൾ ഇന്നുണ്ടാക്കിയ 2 തരം ജ്യൂസും നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ. നമുക്ക് റമദാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള 2 തരം അടിപൊളി ജ്യൂസുകളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്